ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഗംഭീര കല്യാണ സദ്യ, അതായത് അവിലും പഴവും. കൊണ്ട് ഞങ്ങൾ വരുന്നേരം കൂടി സഭയെല്ലാം അജബായി നിന്നോളീൻ. കടന്നപ്പോൾ ഖദീജ ബിഗാടൻ ബുക്കാരേ കുറിച്ചിട്ട് കൊടുത്തിരുന്ന അരസരത്തിരി മുൻപറുതൻ മത്സര വിരിമരാഗമില്ലരസവിളിരുന്ന് ശ്രീയും മത്സര കുറിച്ചില്ലരസ് താരം വത്തന്നിരുന്ന് പളിജീകത്തർ നബി ബേബി തൻ കണക്കൊക്കെ കൊടുത്തൊരുക്കി കാണിക്കയും കൊണ്ട് ഞങ്ങൾ വരും നേരം കൂടി സഭയല്ല. നെക്രാജയുടെ ചരിത്രത്തിൽ മേൽപ്പറഞ്ഞ ആറാട്ടുകടവിന് ഏറെ പ്രാധാന്യമുണ്ട്. കടവിനരികിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന ഔക്കാറിച്ചന്റെ കട പണ്ടുമുതൽക്കേ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. മൂവന്തിയോളം പണിയെടുത്ത് ഒന്ന് വിശ്രമിക്കാൻ നാട്ടുകാർ ആശ്രയിച്ചിരുന്നത് ഈ കടയെ ആയിരുന്നു. അവിടെ കട്ടൻ ചായയും കുടിച്ച് നാട്ടുവർത്തമാനം. നാട്ടിലെ വിശേഷങ്ങൾ കൈമാറാനുള്ള ഒരു വാർത്താവിനിമയ കേന്ദ്രം കൂടിയായിരുന്നു ഔക്കാറിച്ചന്റെ കട. ഇന്നത്തേതുപോലെ മൊബൈലും ലാൻഡ് ഫോൺ സൗകര്യവും നിലവിൽ വരുന്നതിന് മുമ്പ് കത്തിടപാടുകളായിരുന്നല്ലോ പ്രധാന ആശയവിനിമയ മാർഗം. നെക്രാജയിലെ ജനങ്ങൾക്ക് കത്തുകൾ കൃത്യസമയം എത്തിച്ചിരുന്നത് അവരുടെ പ്രിയങ്കരനായ പോസ്റ്റ്മാൻ ശേഖരേട്ടൻ. ഔക്കാറിച്ചാന്റെ കടയിലേക്ക് ശേഖരേട്ടൻ വരുന്ന സമയം പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു ഈ നാട്ടുകാർ. 1980 ഞാൻ ഈ ഡ്യൂട്ടിക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ അന്ന് 155 രൂപ ശമ്പളം ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴത്തെ കാലത്തെല്ലാം ലെറ്റർ ഒക്കെ ജാസ്തിയുണ്ട്, പക്ഷേ ഇല്ലാണ്ട് ചുരുങ്ങിയത് ചെറിയ വീട്ടിൽ നടന്നിട്ട് അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിങ്ങനെ ഏറിക്കൊണ്ട് പോയിട്ട് ജോലി ഭാര്യ ഭയങ്കരം കൂടിയിട്ടുണ്ട്. ഗൾഫിൻ്റെ കത്ത്, പിന്നെ ഫോൺസിൻ്റെ ബാങ്ക് നോട്ടീസ്, മറ്റുള്ള ജോലി ഭാരം ഭയങ്കരമുണ്ട്. ഇപ്പോൾ ഇതുവരെ ശമ്പളമായിട്ടുള്ളത് 2600 ചില്ലറയേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുവരെ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ പുറത്താണ്, പക്ഷെ ഞങ്ങൾ ഇതുവരെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നാട്ടുകാരുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന മറ്റൊരു മുഖമുണ്ട്, ചാവടി അബ്ദുള്ളയുടേത്. നാടിൻ്റെ ചരിത്രം വാമൊഴികളിൽ സൂക്ഷിക്കുന്ന ഒരു അപൂർവ വ്യക്തി. ഉത്തരോട്ടിന്ന് അങ്ങന്ന് ഇങ്ങോട്ട് വന്ന് അല്ല സിദ്ദിഖല്ല തുൾത്തിയറ് ഓരൊക്കെ സിദ്ദിഖാണ്ടും വന്ന് താലപ്പേരയിൽ അവർക്ക് അവിടെ നിന്നോറ് ഒരു പള്ളി കെട്ടി പള്ളാച്ച എല്ലാവരും കൂടിയിട്ട് ആ നാട്ടിൽ ശ്രാമ്പി അതായില്ലേ. ഇസാഖിന്റെ കൂട്ടർ പാലക്കാട്ടിൽ നിന്ന് വന്ന് തെക്കുന്ന് ഇസാഖിന്റെ കൂട്ടറല്ല ഈ പാലക്കാട്ട് വൈദിക്ക വന്ന് ഓർ 4-5 ആളെ മുക്കരിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് വൈക്കത്ത് 3 ചേറൂറ് ചെങ്കലത്ത് ഒരു നിർത്തി കുറേ കൊല്ലം 40 കൊല്ലം പള്ളി നടത്തി ഓറ് അറിഞ്ഞ ഞങ്ങൾക്ക് ആൾക്കാർ തീർന്നു. പിന്നെ ഈ ഒരു മിത്തടിക്കാർ കൂടി വൈക്കത്ത് അത് ഇത് വേണ്ടിയിലാണ് പുത്തറോട്ടിൽ നിന്ന് വന്ന് ശ്രദ്ധിക്കാണ്ട് വന്നിട്ട് താൽപ്പര്യയിൽ നിന്ന് പെരുമ്പേന്ന് അയാൾ ഓളും വന്നിട്ട് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഞങ്ങളുടെ പേരെന്ത് പാർക്ക് ഇപ്പം മൊയ്തേജിന്റെ പേരുണ്ട് ആർക്ക് പേരെന്ത് നീലപ്പാടിയല്ല നീലപ്പാടി ഇപ്പറ തോട്ടം വെച്ച് അഭിയന്തെടുക്കത്ത് അവിടെ വന്ന് നിന്ന്. ചാവടി അബ്ദുള്ളയെ പോലെ നെക്രാജയിലെ ജീവിത രീതിയും വിവിധ സമുദായങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്ന ഒരാളാണ് ഗോപാലകൃഷ്ണ ഭട്ട് എന്ന നാട്ടുകാർക്ക് പ്രിയങ്കരനായ ബംഗാര ഭട്ട്.
നെക്രാജ വില്ലേജ് എന്ന് വെച്ചാൽ സാധാരണ പുണ്ടൂർ കൊച്ചി പുണ്ടൂർ തൊട്ട് ഈ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൽ താഴെ സാധാരണ നെക്രാജ വില്ലേജ് നമ്മളെ താഴെ പാലം ഉണ്ടല്ലോ, ആടത്തോളം ഈ നെക്രാജ വില്ലേജാണ് ഈ ഭാഗത്ത്. പിന്നെ അപ്പുറം പിന്നെ റോഡിന് അക്കരെ ഇത് വരുന്നത് പൊട്ടിപ്പലം, പിന്നെ ചാത്തുപ്പാടി, ഊർക്കുള്ളു എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളെല്ലാം നെക്രാജ വില്ലേജ് വരുന്നത്. പിന്നെ അതിൽ ഈടെ മറ്റേ പുണ്ടൂർ എന്ന് വെച്ചാൽ വലിയ മുമ്പത്തെ സാധാരണ ഒരു 300-400 വർഷത്തെ മുമ്പത്തെ റെക്കോർഡ്സുള്ള വീടാണ് പുണ്ടൂർ. അതിന് ശേഷം പിന്നെ മറ്റേ ശിവള്ളി ബ്രാഹ്മിൺസ് ആണ്, അതവർ ശിവള്ളി ബ്രാഹ്മിൺസ് പുണ്ടൂർ. ഈ ബ്രാഹ്മിൺസിൽ പറയുന്നത് ശിവള്ളി ബ്രാഹ്മിൺസ് ആണ് അവർ. അതിന് ശേഷം ഇപ്പോൾ വന്നാൽ ഇപ്പം ഈ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇതാണ് ഇത് ഇങ്ങനെ ചുറ്റുപാടും എഴുതിയുള്ളത്. ഇത് കെതിർലായിരുന്നു, കെതിർലാറ് അവരും തന്നെ ശിവള്ളി ബ്രാഹ്മിൺസ് ആണ്. അതിന് താഴെ പോയാൽ പിന്നെ ചടക എന്ന് വരും. ഷടകർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഷടകർ എന്ന് പറയും. അപ്പോൾ ചടക എന്നാണ് പറയുന്നത്. അവരും ശിവള്ളിക്കാരാണ്. അപ്പോൾ ഈ ഭാഗം സാധാരണ നല്ല ശിവള്ളിക്കാർക്ക് തന്നെ വന്നു ബ്രാഹ്മിൻസിൽ മുമ്പേ. അതിനുശേഷം താഴെ എങ്ങനെ എത്താൽ ബൺസ്, ഇതിൽ ചൂത്തർ എന്ന് പറയും. നമ്മൾ മലയാള ഭാഷയിൽ ചൂത്തർ എന്ന് പറയും. അവർ ബൺസ് എന്നാണ് അവർക്ക് ഇതിലുള്ളത്. ബണ്ട സമുദായം എന്ന് പറയും. ഇതാണ് പിന്നെ പണ്ടത്തെ അരി തേങ്ങകൾ നമ്മൾ അരക്കുന്ന കല്ല്, അമ്മിക്കല്ല് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇതാണ് രായിക്കല്ല് എന്ന് പറയും പണ്ടത്തെ. പിന്നെ അല്ലെങ്കിൽ രായിക്കല്ല്, മുത്താരി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന സാധാരണ മുത്താരി എന്നല്ല. അതെ, മുമ്പെല്ലാം നമുക്ക് ഇപ്പോഴുള്ള മിഷനുണ്ട് പൊടിക്കാൻ. വലിയെടുത്ത് കൊണ്ടുപോയെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പൊടിച്ച് തരുന്നു. അതല്ലേ, മുമ്പ് അങ്ങനെയല്ല. മുമ്പെല്ലാം നമ്മൾ നാട്ടിൽ ഇതാണ് ഇതിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇതടി അത് ആ കല്ലിടും. ഇങ്ങനെ ഇതിപ്പോൾ അടിക്ക് നല്ല പേപ്പറെല്ലാം പിടിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ കല്ല് ഇങ്ങനെ 2 കല്ല് വെക്കും. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വാരിയിട്ട് ഇടാം എടുത്തിട്ടില്ല ഇങ്ങനെ ഇതിങ്ങനെ തിരിക്കുമ്പോഴേക്ക് ഇത് പൊടിച്ചിട്ട് ചുറ്റും പോകും. നല്ല ഇതായിട്ട് പോകും. ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ ഇപ്പോഴല്ലേ മിഷനിൽ പിടിക്കുന്നത് നമ്മൾ പണ്ടത്തെ ഇത് പറഞ്ഞത്. ഇപ്പോഴല്ലേ മിഷനിൽ പിടിക്കുന്നത്, ആ മിഷനിൽ പിടിക്കുന്നതിന് മുമ്പ് ഈ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു 100-300 കൊല്ലത്തെ പഴക്കമുള്ള മസ്ജിദാണ്. ഇതിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സീദിക്ക എന്നൊരാൾ പണ്ട് ഇത് നിർമ്മിച്ചതാണ്. അത് 300 കൊല്ലത്തോളം പഴക്കമുണ്ട്. പിന്നെ ശരിയായിട്ട് പിന്നെ കണക്ക് പറയാൻ പറ്റില്ല. പാരമ്പര്യ ചികിത്സാ രീതിക്ക് നല്ല വേരോട്ടമുള്ള നാടായിരുന്നു നെക്രാജ്. ചികിത്സാ രീതിയോട് രോഗിക്കുള്ള വിശ്വാസമായിരുന്നു പ്രധാനം. ഈ പാരമ്പര്യ ചികിത്സാ രീതിക്ക് ദൈവവിശ്വാസവുമായി അടുത്ത ബന്ധമുണ്ട്. പാമ്പിനെ കണ്ട് പേടിച്ചാൽ അരിമന്ത്രിക്കൽ ആയിരുന്നു പ്രധാനം. അരിമന്ത്രിക്കുന്നത് ഇവിടുത്തെ ആചാരം. ഈ പാമ്പിൻ്റെ മേലിൽ നമ്മളെ നെതിരുമുട്ടുണ്ടെങ്കിൽ 3 ദിവസത്തെ അത് പക വെച്ചിട്ട് കടിക്കുന്ന ചെല്ല്. അതിന് ഉസ്താദിൻ്റെ അരിമന്ത്രിച്ചിട്ടുണ്ട്. പൊരൻ്റെ ചുറ്റൊന്ന് വേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാമ്പാ പൊരക്കെ കടക്കലാണോ. ദൃഷ്ടിദോഷമകറ്റാൻ ചപ്പിടൽ എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ദൃഷ്ടിദോഷമുള്ള ആളെ ചുമരിലേക്ക് ചാരി കാലുകൾ രണ്ടും നീട്ടിയിരിക്കാൻ പറയുമായിരുന്നു. നെച്ചി എന്നറിയപ്പെടുന്ന ഒരിനം പ്രത്യേകതരം ചെടിയുടെ കൊമ്പുകൾ ചേർത്ത് പിടിച്ച് ദോഷം ബാധിച്ച ആളുടെ തല മുതൽ കാൽ വരെ സ്പർശിച്ചുകൊണ്ട് ഏതോ മന്ത്രം ഉച്ചരിക്കുമായിരുന്നു. ഇതാണ് ചപ്പിടൽ ക്രിയ. ഇതിന് ഒരിടങ്ങഴി നെല്ല്, വെറ്റിലടയ്ക്ക, ഒരു പണം, നിലവിളക്ക് തുടങ്ങിയവ ആവശ്യമാണ്. ഈ പാരമ്പര്യ സംബന്ധമായിട്ടാണ് ഈ ദൃഷ്ടിദോഷം തീർക്കൽ. ദൃഷ്ടിദോഷം തീർക്കെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത ഒരിതാണ്. ചില രോഗങ്ങൾ ബാധിക്കൽ, ചില കൈകാല തളർച്ച, കുരുപൊന്തൽ, ശേഷം ഇങ്ങനെ നടുവേദന, പൈരി, ചില പ്രേതോച്ചാരണ സംബന്ധമായിട്ടെല്ലാം കാണുന്നത് ഉറക്കിൽ ഇത് കണ്ണിന് സ്വപ്നമെല്ലാം കാണും. ഈ കാണുന്ന എല്ലാ പരിഹാരങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഈ ചപ്പിടുന്ന പ്രതിവിധി. ഈ ചപ്പിടുന്ന എന്ന് പറഞ്ഞാൽ പണ്ട് പരമശിവന് ദൃഷ്ടി പിടിച്ചിട്ട് ദൃഷ്ടിയാറ്റി പറഞ്ഞാൽ പരമശിവന് ഞാൻ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൃഷ്ടിദോഷം സംഭവിച്ചു. സ്വയം അതേ ശിവൻ്റെ കൈ വന്ന് ശിവൻ്റെ കൈവിന് ദൃഷ്ടിദോഷം വന്നു എന്ന് ആരും ചപ്പിടുന്നാലുണ്ടായിട്ടില്ല.
ചപ്പൽ നാൾ ഉണ്ടായിരുന്നു, പക്ഷെ പലവരെയും ആളുണ്ടായിരുന്നു, ഏതും ഇല്ല. സ്വയം എന്ന് പറഞ്ഞാൽ ഒരു മരിയും വന്ന് ആ അതായത് നെച്ചിത്തോലി കരിനെച്ചി, നെച്ചിത്തോലി 3 നെച്ചിയുണ്ട്. പക്ഷേ ഈ നെച്ചിത്തോലി കൊണ്ട് അന്ന് പരമശിവന് കണ്ണീർ കഴിച്ചു. അന്ന് ആ കണ്ണീർ സത്യമുത്രം കഴിച്ചിട്ട് അതിൽ ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രം പ്രകാരം സത്യമുത്രം കഴിച്ചു. അന്ന് ആ ദോഷങ്ങൾ തീർത്തു. ആ തീർത്ഥാന്ന് ഇന്ന് മലയോട് വംശത്തിൽ വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് ഈ വിധി പല ആൾക്കാരും ചെയ്യലുണ്ട്. സ്വയം ഇതിനെ ഉപമയായിട്ട് കിട്ടിയത് ശിവൻ്റെ അനുഗ്രഹത്തിൽ മലയർക്ക് മാത്രം. സംസ്കാരമെന്നാൽ അത് മാനുഷിക മൂല്യങ്ങളെ വാസ്തവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. മതവിശ്വാസങ്ങളും ശാസ്ത്രീയ ചിന്താഗതിയും മറ്റു ആചാരാനുഷ്ഠാനങ്ങളുമാണ് മനുഷ്യ സംസ്കാരത്തെ സമ്പുഷ്ടഭരിതമാക്കുന്നത്. പ്രവാചകനായ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, കൃഷ്ണനും യേശുവും തുടങ്ങിയവരെല്ലാം സ്നേഹവും വിശ്വാസവും കാരുണ്യവും സഹകരണവുമാണ് ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയുടെ മുഖമുദ്രയെന്ന് മനുഷ്യരാശിയെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥം സത്യമാക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ നെക്രാജെ ഗ്രാമനിവാസികൾ. ഇവരുടെ അന്യോന്യമുള്ള സഹകരണം ദൈനംദിന ജീവിതത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ദർശിക്കുവാൻ കഴിയുന്നത് ഏറെ ഹൃദ്യമാണ്. കേരളത്തിലെ മറ്റേത് ജില്ലയിലും കാണാൻ കഴിയാത്ത വൈവിധ്യമാണ് കാസർഗോഡിൻ്റേത്. സപ്തഭാഷ സംഗമഭൂമിയായ ഈ ജില്ലയുടെ സർവ്വസവിശേഷതകളെയും പ്രതിഫലിക്കുന്ന കണ്ണാടിയാണ് നെക്രാജെ എന്ന ഈ കൊച്ചു ഗ്രാമം.